ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ 8ാമത്തെ തോൽവിയാണ് ഇന്നലെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂർ FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രതീക് ചൗധരി നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയ്ക്ക് ഈ മത്സരത്തിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഈ മത്സരത്തിൽ 7 തവണ ഡ്രിബ്ലിംഗ് ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് പോലും സക്സസ് ആയിട്ടില്ല. 7ഉം പരാജയപ്പെടുകയായിരുന്നു. 21 തവണയാണ് പൊസഷൻ ലോസ്റ്റ് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്നും പന്ത് 21 തവണ നഷ്ടമായി എന്ന് പറയുമ്പോൾ അത് ഒരു മോശം പ്രകടനത്തിൻ്റെ അടയാളം തന്നെയാണ്. പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് അധികമായി കൊണ്ട് ആശ്രയിക്കുന്ന ഒരു താരമാണ് നോവ സദോയ്. അദ്ദേഹത്തിൻ്റെ മികവില്ലായ്മ ഈ തോൽവിക്ക് കാരണമായി എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. ഇതിനോട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പരിശീലകനായ TG പുരുഷോത്തമൻ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അവസരങ്ങൾ മുതലെടുക്കാത്തതിൽ നോവയെ കുറ്റം പറയാൻ കഴിയില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, മറിച്ച് ഇത് ടീമിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ ഞങ്ങൾക്ക് ചില അവസരങ്ങൾ ലഭിച്ചിരുന്നു, എന്നാൽ അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് നോവയെ സംബന്ധിച്ചുള്ളതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിഗത താരങ്ങളെ സംബന്ധിച്ചുള്ളതോ അല്ല, ഇത് ടീമിനെ കുറിച്ചുള്ളതാണ്. ഇതൊരു ടീം വർക്കാണ്. മത്സരങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്. ഇത് ഞങ്ങൾ ശരിയാക്കിയെടുക്കണം. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് തോൽവിയുടെ ഒരു ഉത്തരവാദിത്തം നോവക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക താരത്തിനോ നൽകേണ്ടതില്ല, അത് ടീമിൻ്റെ കുഴപ്പമാണ് എന്നാണ് TG പുരുഷോത്തമൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 10ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ എല്ലാ മത്സരങ്ങളും പ്രാക്ടിക്കലി വിജയിക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.